ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് വർക്കിന് വന്നിട്ടുള്ളത് ഷെവർലയുടെ ഒരു ക്രൂസാണ്. പുള്ളി പണ്ടത്തെ ഒരു രാജകീയ വാഹനമാണ്. ഇങ്ങേർക്ക് നമുക്കിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ബ്ലോപ്പങ്ങിൻ്റെ ഒരു ലോഡർഡെയിൽ എന്ന് പറഞ്ഞ മോഡലും ആൻഡ്രോയിഡും 360 ഡിഗ്രി ക്യാമറ, പിന്നെ ഒരു അണ്ടർ സീറ്റ് സബ് വയ്ക്കാനുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ബൾബുകൾ രണ്ട് ചേഞ്ച് ചെയ്യാനുണ്ട്, ഫോഗ് ലൈറ്റിൻ്റെ ബൾബ് ചേഞ്ച് ചെയ്യാനുണ്ട്. രണ്ട് ബൾബുകൾ നമ്മൾ ചെയ്യുന്നത് ഓസ്റാമിൻ്റെ 160 വാട്ട്സ് വരുന്ന LED ബൾബാണ്. വാം LED ആണ് രണ്ടും ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഫ്രണ്ട് ക്യാമറ വെച്ചിരിക്കുന്നത് ഗ്രില്ലിൻ്റെ ഇടയ്ക്ക് നല്ല സേഫ് ആയിട്ട് തന്നെ ഈ ഒരു ചെറിയ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് വെക്കാൻ സാധിക്കും. പിന്നെ സൈഡിൽ വന്നിട്ട് സൈഡിൽ രണ്ട് മിററിലായിട്ട് ലെഫ്റ്റ് സൈഡിലെ മിററിലും റൈറ്റ് സൈഡിലെ മിററിലും ക്യാമറകൾ വെച്ചിട്ടുണ്ട്. നല്ല ബ്ലോപ്പങ്ങിൻ്റെ തന്നെ ഒറിജിനൽ ക്യാമറ നല്ല ക്യൂട്ടായിട്ട് ഇവിടെ ഇരുന്നോളും, അവിടെ വരുന്നുണ്ട്. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ ഡിക്കിയിൽ ഇവിടെ നമുക്ക് ക്യാമറ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് മിററിൻ്റെ അകത്ത് അടിയിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിലത്തെ വ്യൂ എങ്ങനെയാണെന്നുള്ളത് നമുക്കകത്ത് കാണിച്ചാൽ ഇതിൽ മെയിൻ ഇതിപ്പോൾ നമ്മൾ സിസ്റ്റം വണ്ടി ഓണാക്കി കഴിയുമ്പോൾ തന്നെ സിസ്റ്റം ഇതുപോലെ ഓണായി വരും. ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോള്, വോളിയം കൺട്രോൾസ്, അതുപോലെ എ സിയുടെ കൺട്രോൾസ്. ഈ എ സിയുടെ കൺട്രോൾസ് എല്ലാം നമുക്കിതിൽ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കും. ഇതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ അതുപോലെ ഇവിടത്തിലുള്ള ബട്ടൺസ് ഇതെല്ലാം നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സ്റ്റിയറിംഗ് കൺട്രോളും കിട്ടും. 360 ഡിഗ്രി ക്യാമറയുടെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോപ്പങ്ങിൻ്റെ ക്യാമറയ്ക്ക് നല്ല ക്ലാരിറ്റിയാണ്. 1080 റെസൊല്യൂഷൻ വരുന്ന ക്യാമറകളാണ് നാലും വരുന്നത്. നമുക്ക് നോക്കിയറിയാം. ഇതുണ്ടോ, ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറകളാണ് നാലും വരുന്നത്. ഇത് പല രീതിയിൽ രണ്ട് മോഡിൽ നമുക്കിത് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ക്യാമറ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് അതിൻ്റെ വ്യൂ വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ ഫങ്ഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അണ്ടർ സീറ്റ് സബ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സീറ്റിൻ്റെ കോ ഡ്രൈവറുടെ സീറ്റിൻ്റെ അടിയിലാണ് അണ്ടർ സീറ്റ് സബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു സബ് വെച്ചിട്ടുണ്ട്. ഇത് റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിയർ സൈഡ് കിട്ടിക്കോളും. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇടുന്ന സൈഡ് ഏതാണോ ആ സൈഡ് നമുക്കിവിടെ 3D രൂപത്തിൽ നമുക്കിവിടെ കിട്ടിക്കോളും. ഇതിപ്പോൾ മഴ പെയ്തിട്ട് ഒരു വെള്ളത്തുള്ളികൾ അതിൻ്റെ തിരിപ്പുണ്ട്, അതാണ് അതിൻ്റെ ഒരു ബ്ലർ വരുന്നത്. പിന്നെ ഇതുപോലെയുള്ള ഒരു സ്റ്റീരിയോ നമുക്ക് ഈ പറയുന്ന ഷെവർലെ ക്രൂസിൽ, ഇതിപ്പോൾ ഷെവർലയുടെ ക്രൂസാണ്, ക്രൂസിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരാം. 360 ഡിഗ്രി ക്യാമറയോ സിസ്റ്റമോ മാത്രമായിട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്തു തരാം. ഇത് നല്ലൊരു 4GB 32 വരുന്ന ഒരു സിസ്റ്റം കൂടിയാണ്. 2 വർഷമാണ് ഇതിൻ്റെ സർവീസ് വാറൻറ്റി ഉള്ളത്. ബ്ലോപ്പങ്ങിൻ്റെ ബ്രാൻഡാണ്. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് വിളിക്കാം. നമ്മൾ ഇതിനകത്ത് നമ്പർ കൊടുക്കുന്നുണ്ട്. ഏത് വണ്ടിയിലും ഇതുപോലെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പഴയ വണ്ടികളായിക്കോട്ടെ ഏതായിക്കോട്ടെ, ഫ്രെയിം ഉള്ളതും ഇല്ലാത്തതും ഏതിനു വേണ്ടി നമുക്ക് ഫ്രെയിം ഉണ്ടാക്കിയാണെങ്കിലും ചെയ്തു തരാം. അപ്പോൾ താങ്ക് യു.